ഹലോ ദർ, വെൽക്കം ടു ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡെലിവറി മാനേജ്മെൻറ്റ് സെറ്റിങ്സ് ഒക്കെ മാനേജ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെനുദാന ഡാഷ്ബോർഡിലോട്ട് പോവാം. ഇവിടെ നമുക്ക് ഡാഷ്ബോർഡ് എടുക്കുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സെറ്റിങ്സിലോട്ട് പോകുന്നു. സെറ്റിങ്സിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ഓപ്ഷൻ കാണുന്നുണ്ട്, സ്റ്റോർ ഓർഡറിങ് പ്രീ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ ഓർഡറിങ് എടുക്കുന്നു. ഓർഡറിങ്ങിൽ വി സി 4 ടാബ്സ്. അതിൽ നമുക്ക് ഓർഡർ ടൈപ്പ് ചൂസ് ചെയ്യാം, ഡെലിവറി ടേക്ക് അവേ ഡൈനിൻ. സോ ഐ എം ചൂസ് ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് കൊടുക്കാം. ഇതിൽ സെക്കൻഡ് ടാബായ ഡെലിവറി ഞാൻ ചൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഡെലിവറി കൺഫിഗറേഷൻ സെറ്റിങ്സ്. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം ഐ ക്യാൻ എനേബിൾ ഓർ ഡിസേബിൾ ദ ഡെലിവറി ഓപ്ഷൻ. എനിക്ക് ഡെലിവറി ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അടുത്ത് ഡെലിവറി ചാർജസ് കാണിക്കേണ്ട എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചിലർക്ക് അത് ഇഷ്ടമല്ല, ലൈക്ക് എത്ര ഡെലിവറി ചാർജാണ് കാണിക്കുന്നത് എന്ന് കാണിക്കാൻ ഒരു താല്പര്യമില്ല. അപ്പോൾ അവർ ജസ്റ്റ് എക്സ്ട്രാ ഡെലിവറി ചാർജസ് അപ്ലൈ എന്ന് മാത്രം കാണിക്കുക, അത്രേ ഉള്ളൂ. എത്രയാണ് എന്ന് കാണിക്കില്ല, ബട്ട് അവർ ചെയ്യുന്നുണ്ട്. ബട്ട് യൂഷ്വലി റെസ്റ്റോറൻറ്റ്സ് ആ കസ്റ്റമേഴ്സിനെ ട്രസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് അവർ ഡെലിവറി ചാർജ് കാണിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെലിവറി ലൊക്കേഷനാണ്. അത് യെസ് ആണോ നോ ആണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഡെലിവറി ലൊക്കേഷൻ ആവശ്യമുണ്ടോ. അടുത്ത് ഡെലിവറി മിനിമം ഓർഡറാണ്, അതായത് ഇത്ര മിനിമം ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഡെലിവറി പോവുള്ളൂ എന്ന് പറയുന്ന ഓപ്ഷനാണിത്. അത് നിങ്ങൾക്ക് കൊടുക്കാം. എത്രയാണെന്ന് വെച്ചാൽ മിനിമം 500 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അടുത്ത ഡെലിവറി റേഡിയസ്. ഡെലിവറി റേഡിയസ് എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതൽ, അതായത് ഈ ഒരു റേഡിയസിന് ചുറ്റുഭാഗം മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഡെലിവറി പോവുള്ളൂ. അതായത് ഇപ്പോൾ 0.5 കിലോമീറ്റർ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ 0.5 കിലോമീറ്ററിനപ്പുറം ഡെലിവറി ഓപ്ഷൻ കാണിക്കില്ല. ഈ 0.5 കിലോമീറ്ററിനുള്ളിൽ മാത്രമാണെങ്കിൽ ഡെലിവറി ഓപ്ഷൻ എനേബിൾ ആവും. അത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം അങ്ങനെ ചെയ്തോളും. അടുത്ത് പ്രൈസിങ് ടൈപ്പാണ്. ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. ഫിക്സ്ഡ് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് ഐറ്റം വാങ്ങിച്ചാലും ഫിക്സ്ഡ് ആയിട്ടുള്ള ഡെലിവറി ചാർജാണ് 40 റുപ്പീസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഫിക്സ്ഡ് റേറ്റ് അല്ലാണ്ട് നമുക്ക് രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്, വേരിയബിൾ ഡിസ്റ്റൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നിങ്ങൾ അത് അഡ്വാൻസ് റേഞ്ചിലാണ് എടുക്കുന്നത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനം എടുക്കാം. ബേസിക് എടുക്കുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മിനിമം 3 കിലോമീറ്റർ പോകുന്ന 3 കിലോമീറ്റർ ആണെങ്കിൽ, ആദ്യത്തെ 3 കിലോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഒരു ബേസ് ചാർജ് എന്ന് പറയുന്നത് 40 റുപ്പീസാണെന്ന് വിചാരിച്ചോളൂ. 40 റുപ്പീസ് ആൻഡ് അഡീഷണൽ, എന്നിട്ട് അഡീഷണൽ കിലോമീറ്റേഴ്സിന്, ഓരോ അഡീഷണൽ കിലോമീറ്റേഴ്സിന് 20 റുപ്പീസ്. അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 കിലോമീറ്റേഴ്സാണ് നമ്മളൊരാളുടെ ഡെലിവറി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് 3 കിലോമീറ്റേഴ്സ് 40 റുപ്പീസ്, പിന്നെ എക്സ്ട്രാ 1 കിലോമീറ്റർ ഉണ്ടല്ലോ 4 കിലോമീറ്റേഴ്സിൽ, അപ്പോൾ അത് 20 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ 60 റുപ്പീസാണ് അതിൻ്റെ ഡെലിവറി ചാർജ്. അങ്ങനെ നെക്സ്റ്റ് ഡെലിവറി ടൈമിൻ്റെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 12 AM ടു നൈറ്റ് 12 PM നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടേക്ക് അവേ ടൈമും അതേപോലെ കൊടുക്കാം. പാക്കേജിങ് ചാർജ്, അത് നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഐറ്റം വൈസ് വയ്ക്കാം. ഐറ്റം വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഐറ്റത്തിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓരോ ഐറ്റത്തിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പാക്കേജിങ് ചാർജ് കൊടുക്കാം. ഐറ്റം വൈസ് വയ്ക്കാം, അല്ലെങ്കിൽ പെർ ഐറ്റം. ഇപ്പോൾ ഏത് ഐറ്റം എടുത്താലും പെർ ഐറ്റം 5 രൂപ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ. നെക്സ്റ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ നിങ്ങളിപ്പോൾ എത്ര വാങ്ങിച്ചാലും ഇത്ര രൂപ ഫിക്സ്ഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അടുത്തെന്ന് പറയുമ്പോൾ കസ്റ്റമർ നെയിമാണ്. അതായത് ചില റെസ്റ്റോറൻറ്റ്സിന് ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് ഓർഡറിങ് സമയത്തും ഓർഡർ പ്ലേസ്മെൻറ്റ് സമയത്തും ലോഗിൻ സമയത്തും കസ്റ്റമറിൻ്റെ നെയിം ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി മോർ ബെറ്റർ. ലൈക്ക് മിസ്റ്റർ കുമാർ ഹാസ് പ്ലേസ്ഡ് ഓർഡർ ഫോർ എന്നൊക്കെ പറഞ്ഞ്, സോ ഇറ്റ് വിൽ ബി മോർ ബെറ്റർ. സോ ദേ വോണ്ട് ദാറ്റ് ഓപ്ഷൻ. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഓപ്ഷൻ വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാം. നെക്സ്റ്റ് ഡെലിവറി അഡ്രസ്സ്. ഇപ്പോൾ സിറ്റീസിലൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഫൈൻഡ് ജസ്റ്റ് റാൻഡം ആയിട്ടുള്ള ഒരു അഡ്രസ്സ് വെച്ചാൽ, അപ്പോൾ ദാറ്റ്സ് നോട്ട് ഇനഫ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് കസ്റ്റമറിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ അത് നമുക്ക് ആ ഓപ്ഷൻ എനേബിൾ ചെയ്യാം വേണമെങ്കിൽ. അപ്പം അങ്ങനെ എല്ലാം തപ്പിപ്പിടിക്കാൻ പറ്റുമെങ്കിലാണെങ്കിൽ ദാറ്റ്സ് ഓപ്ഷണൽ. അതുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് പ്രിറ്റി മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.